ഷുഗറി ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്ന അപകടങ്ങൾ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ വില്ലൻ, മനുഷ്യരാശിയുടെ ആരോഗ്യത്തിന് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന വില്ലൻ, അത് ഷുഗറി ഡ്രിങ്ക്സ് ആണല്ലോ, ഒരു സംശയവുമില്ല. യുദ്ധങ്ങളൊരു നാടിനെ നശിപ്പിക്കും, പക്ഷേ മനുഷ്യൻ്റെ കൊതിയൂറിപ്പിക്കുന്ന, നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്ന ഈ ഡ്രിങ്ക്സ് നമ്മുടെ മനുഷ്യകുലത്തെ തന്നെ നശിപ്പിക്കും. ഈ ഒരു ഘട്ടത്തിൽ മനുഷ്യന്മാർക്ക് പലയിടത്തുനിന്ന് തിരിച്ചറിവുകൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം നമുക്കറിയാം പുതിയൊരു കോള ലോകത്ത് റിലീസായി എന്നുള്ളത് ഇന്ന് വലിയൊരു വാർത്താ പ്രാധാന്യം പിടിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ നിന്നൊരു നാഷണൽ ഡേറ്റ്സ് ഫെസ്റ്റിൻ്റെ അന്ന് തികച്ചും കാരക്കയിൽ നിന്നുണ്ടാക്കിയെടുത്തൊരു കോള അവർ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും മനുഷ്യക്കൊല്ലികളായിട്ടുള്ള കോള, ഷുഗറി കോളകൾക്ക് ഒരു ആൾട്ടർനേറ്റീവ് എന്ന നിലയിൽ നേച്ചുറലായിട്ടുള്ള ഇത് ലോകത്ത് വലിയൊരു സാധ്യതയാണ് തുറന്നെടുക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഇതും ഡേറ്റ്സും മറ്റു പലതും വളരുന്നൊരു സാഹചര്യമുണ്ട്. ഇതിൽ നിന്നൊക്കെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിലേക്കും അനാരോഗ്യം മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കരുത്. രുചിയേക്കാളും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിനാണ്. അതുകൊണ്ട് ഇതുപോലുള്ള പാനീയങ്ങൾ ഇനിയും ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഓരോ നാട്ടിലും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പ്രകൃതിയാൽ ഒരുപാട് ധന്യമാക്കപ്പെട്ട നമ്മുടെ നാട്ടിൽ നിന്നും ഇതുപോലുള്ള കോളകളുടെ ഇന്നോവേഷൻസ് വരേണ്ടതുണ്ട്. ഞാൻ കേട്ടെടുത്തോളം ഈ ഒരു മിലാഫ് കോളയിൽ നേച്ചുറലായിട്ടുള്ള ഷുഗറും ആ ഒരു ഫ്രൂട്ട്സിൽ അടങ്ങിയിട്ടുള്ള ആ ഷുഗറും പിന്നീട് നേച്ചുറലായിട്ടുള്ള കാരക്കയുമാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്നുള്ളത്. പിന്നെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അങ്ങനത്തെ ഒരു സാധനം ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് കിട്ടിയ അറിവുകൾക്കനുസരിച്ച് എനിക്കതാണ് പറയാനുള്ളത്. പക്ഷേ നമ്മളെ മറ്റേ കോളയാണെങ്കിലോ അതിൽ നിറച്ചും അതൊരു കോള, നമ്മളതിൽ കൊക്കോ എന്നുള്ളത് രുചിക്ക് മാത്രമുള്ളൊരു സംഭവമാണ്. അതിൽ മാക്സിമം ഉയരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഷുഗറാണ്. തീർച്ചയായിട്ടും ആരോഗ്യപരമായിട്ടുള്ളൊരു പാനീയം തിരഞ്ഞെടുക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ മിലാഫ് കോള എന്ന് പറയുന്നത്. കാരണം അതിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഇല്ല എന്നുള്ളതാണ്, ആഡഡ് ഷുഗർ ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഡേറ്റ്സ് അല്ലെങ്കിൽ കാരക്കയിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ്, മഗ്നീഷ്യം, പിന്നെ ഒരുപാട് നാര്, പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നേച്ചുറലായിട്ടുള്ള 1-2 കാരക്കയാണ് ഒരു ബോട്ടിൽ വരുന്നതെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റും നമുക്ക് ഈ രുചിയോടൊപ്പം കിട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഈ ഒരു മിലാഫ് കോള നമുക്ക് മുമ്പിൽ വെക്കുന്നൊരു വലിയൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു ഭക്ഷ്യം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ പരിസ്ഥിതിയോട് ഇണചേർന്നുള്ള ഇത്തരം പാനീയങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താക്കാൻ പറ്റും, നമ്മുടെ നാട്ടിലെ കർഷകർക്കും മറ്റുള്ളവർക്കും നമ്മളെ കൃഷിക്കും ഒക്കെ പ്രൊമോഷൻ ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ മറ്റ് കോളകൾ നമ്മൾ കുടിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് പ്രമേഹ രോഗ സാധ്യതകൾ, ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ, ഈ ഷുഗർ അടങ്ങിയിട്ടുള്ള പ്രശ്നം കൊണ്ടുണ്ടാക്കുന്ന ഒരുപാട് നീർവീക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ മിലാഫ് കോള പോലത്തെ ഒരു ആൾട്ടർനേറ്റീവിന് ഇതൊന്നുമില്ലാതെ ആരോഗ്യപരമായിട്ടുള്ളൊരു ഭക്ഷണം നമ്മുടെ ശരീരത്തിന് സപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മിലാഫ് കോള അത് പല നാടുകളിലേക്കും പടർന്നു വന്നിരിച്ച ഒരു ഫുഡ് കൾച്ചറായിട്ട് വളരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.